ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്ഫർ സഫാരി. നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളും. ഈ വീഡിയോ എൻഡ് വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതുണ്ടാക്കി കാണും. കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റ് ഇല്ലാതെ തന്നെ തലയിൽ മുടി വരുമോ എന്ന് പല ആൾക്കാരും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആയിരക്കണക്കിന് ആൾക്കാരുടെ എക്സാമ്പിൾസ് ഉണ്ട്, ആയിരക്കണക്കിന് ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ട്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരുണ്ട്, ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ മുടി വന്ന ആൾക്കാരുണ്ട്. അതിൽ ഞാനൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ട്രാൻസ്പ്ലാന്റോട് മുടി വന്ന 79 പേരുടെ റിസൾട്ട് ചെയ്തൊരു ഫ്രീഡം സീരീസ് നിങ്ങൾ കണ്ടു കാണും. ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ വെറും മെഡിസിൻ കൊണ്ട് മാത്രം മുടി വന്ന 25 പേരുടെ റിസൾട്ട്സാണ് ഞാൻ ഈ സീരീസിൽ കൊണ്ടുപോകുന്നത്. ഇത് സെക്കൻഡ് വീഡിയോ ആണ്. മരുന്ന് കൊണ്ട് കഷണ്ടിയിൽ മുടി എന്നാണ് സീരീസിൻ്റെ പേര്. ഓക്കെ, ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകത നിറഞ്ഞൊരു വീഡിയോ ആണ്. ഇദ്ദേഹത്തിൻ്റെ പേര് കിരൺ എന്നാണ്. ഓക്കെ, ഞാൻ അദ്ദേഹം എനിക്ക് അയച്ചൊരു മെസ്സേജ് സ്ക്രീൻഷോട്ട് കാണിക്കാം, നിങ്ങൾ നോക്കിക്കോളും. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം നെടുമങ്ങാടാണ്, തിരുവനന്തപുരം. ആൻഡ് വർക്ക് ചെയ്യുന്നത് കൊറിയറിലാണ് വർക്ക് ചെയ്യുന്നത്. സാധാരണക്കാരൻ പയ്യനാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള കാശില്ല. ഈ കാശ് ഒപ്പിക്കാൻ വേണ്ടി തന്നെ 3 വർഷം എടുത്തു. നിങ്ങൾ ചിന്തിക്കുക, അത്രയും ആഗ്രഹമാണ്, മുടി വേണമെന്നാണ്. എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ പരിതാപകരമായിരുന്നു. ഞാൻ ഫോട്ടോ കാണിക്കാം. ഒരു 28 വയസ്സുള്ള യുവാവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കി കാണുമ്പോൾ തന്നെ ഒരു 40 വയസ്സ് തോന്നിക്കും. മുകൾ വശം കംപ്ലീറ്റ് തിന്നിങ് ആണ്. ഇങ്ങനത്തെ കേസുകൾ ആര് കിട്ടിക്കഴിഞ്ഞാലും ഒരു 4000-4500 ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അങ്ങ് വിടും. ഏത് ക്ലിനിക്ക് കിട്ടിയാലും അങ്ങനെ വിടും. പക്ഷേ എന്നെ ഒരു വ്യക്തി കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായ സജഷൻസ് കൊടുക്കും. എൻ്റെ സജഷൻസ് ഫ്രീ ആണ്. ഞാൻ ഒരാളുടെ അടുത്ത് 1 രൂപ വാങ്ങാറില്ല. എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ഫോട്ടോ കാണും, എനിക്ക് തോന്നുന്നില്ല ഇത് ട്രാൻസ്പ്ലാന്റ് ആവശ്യം വരുമെന്ന്. മെഡിസിൻ കൊണ്ട് തന്നെ വരാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം എൻ്റെ വാക്ക് കൃത്യമായിട്ട് അദ്ദേഹം പാലിച്ചു. ഞാൻ സർജറി ചെയ്ത് അതേ ക്ലിനിക്കിലോട്ട് അദ്ദേഹം പോയത്. അവിടുത്തെ ഡോക്ടർമാരെ കണ്ടു. അവിടുത്തെ ഡോക്ടറും പറഞ്ഞതാണ്, നമുക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്ത് നോക്കാം. നോൺ സർജിക്കൽ സർജറി ഇല്ലാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വരുന്നത് നോക്കാം, വന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ട്രൈക്കോസ്കോപ്പ് എന്നൊരു മെഷീൻ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ല, കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. ട്രൈക്കോസ്കോപ്പ് എന്നൊരു മെഷീൻ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂട്ട് എത്ര സ്ട്രോങ് ഉണ്ട് എല്ലാം കാണാൻ പറ്റും. നമുക്ക് സ്ക്രീനിൽ കാണാം, നമ്മുടെ റൂട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ കഷണ്ടിയല്ല, തിന്നിങ് ആണ്. മുടികളുണ്ട്, റൂട്ടുകൾ സ്കിന്നിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്, അത് പൊങ്ങി വരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് ഒരു വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ അദ്ദേഹം മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അറൗണ്ട് ഒരു 4 മാസമാകുമ്പം എന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നു. ആ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. 4 മാസമാകുമ്പോൾ അദ്ദേഹം തലയിൽ ഇത്രത്തോളം മാറ്റം വന്നു. ഇത് ശരിക്കും അത്ഭുതം തന്നെയാണ്. 4 മാസം കൊണ്ട് തന്നെ ഇങ്ങനെ വരുമോ? ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും 4 മാസം കൊണ്ട് തന്നെ മെഡിസിനോട് ഈ റിസൾട്ട് വരണമെന്നില്ല. ഓരോ ആൾക്കാരുടെ ഹെയറിൻ്റെ ക്വാളിറ്റി, ബാക്കി കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ചില ആൾക്കാർക്ക് ഹെയർ ഫോൾ കൺട്രോൾ ആവാൻ തന്നെ 4 മാസം എടുക്കാറുണ്ട്. ഇന്ന് മരുന്ന് വെച്ച് നാളെ തന്നെ റിസൾട്ട് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് 6 മാസം എടുക്കും. ഒരു യൂഷ്വലി 9 മാസത്തിൻ്റെ അകത്ത് റിസൾട്ട്സ് വരാറുണ്ട്. നിങ്ങൾക്ക് റിസൾട്ട്സ് വരുന്ന ഒരാളാണ്, റിസൾട്ട്സ് എന്തായാലും വരും. പിന്നെ മെഡിസിൻസ് എന്തൊക്കെയാണെന്ന് ഒരു കാരണവശാലും എന്തൊക്കെ മെഡിസിൻസ് എന്ന് ഞാൻ യൂട്യൂബിലൊന്നും പറയില്ല. കാരണം എനിക്കത് പറയാനുള്ള റൈറ്റ് ഇല്ല. ഞാനൊരു ഡോക്ടറൊന്നുമില്ല. ഞാൻ മെഡിസിൻ ഫീൽഡിൽ 15 വർഷം വർക്ക് ചെയ്തൊരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. മെഡിസിൻസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഓൺ ദ ടേബിൾ ഡോക്ടർ തീരുമാനിക്കും നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ടാബ്ലറ്റ്സ് ഉണ്ടാവും, ഓറൽ കഴിക്കുന്ന ടാബ്ലറ്റ്സ് ഉണ്ടാവും, തല ഉപയോഗിക്കുന്ന സൊല്യൂഷൻസ് ഉണ്ടാവും, അതേപോലെ തെറാപ്പീസ് ഉണ്ടാവും. തെറാപ്പീസ് PRP മുതൽ PRP, GFC, QR678, നിയോ, ലൈക്ക് കോക്ടെയിൽ തെറാപ്പി, അല്ലെങ്കിൽ എക്സോസോംസ്, ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് മാർക്കറ്റ് ഉണ്ട്. GFC ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് വേണം എന്ന് ഡോക്ടറാണ് തീരുമാനിക്കുക. നമ്മളുടെ കണ്ടീഷൻ നോക്കി തീരുമാനിക്കും. അങ്ങനെ ഇദ്ദേഹം ചെയ്തു. 4 മാസം ആ റിസൾട്ട് വന്നു. നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിക്കോളും. അതേ വ്യക്തി ഏകദേശം ഒരു 8 മന്ത്സ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിസൾട്ട്സ് ഇതാണ്. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടില്ല, വെറും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മെഡിസിൻ കൊണ്ട് വന്ന റിസൾട്ടാണ്. എല്ലാം വിത്ത് പ്രൂഫാക്കി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് റിസൾട്ട്സ്. അപ്പം ശരിക്കും പറയാൻ നിങ്ങൾ ഞെട്ടിക്കാണും. ഓക്കെ, ഇതാണ് ഈ ഒരു സീരീസ്. ഈ ഒരു സീരീസിൽ ഞാൻ ഒരുപാട് നിരവധി ഇങ്ങനത്തെ ആൾക്കാരുടെ റിസൾട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. ഫോളോ ചെയ്യാത്ത ആൾക്കാർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും. കാരണം നിങ്ങൾക്ക് 1 ടൈം കിട്ടുന്ന ചാൻസാണിത്. കാരണം ഇത് സിമ്പിൾ സംഭവമൊന്നുമല്ല. തലയിൽ കഷണ്ടിൽ ഇങ്ങനത്തോളം മുടി വെറും മെഡിസിൻ കൊണ്ട് വരിക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. വേറൊരു കാര്യം, നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ തന്നെ ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. മെഡിസിനിൽ ക്വാളിറ്റി ചെയ്യണം. അതേപോലെ പല ആൾക്കാരും GFC 1000 രൂപ 2000 രൂപയ്ക്ക് GFC ചെയ്യുന്ന ക്ലിനിക്കുകളുണ്ട്. GFCയിൽ തന്നെ ക്വാളിറ്റീസ് ഉണ്ട്.
ഇപ്പം നമ്മൾ മെഡിസിൻ തന്നെ, ഇപ്പോൾ ഞാൻ മെഡിസിൻ ഫീൽഡിൽ 15 വർഷമായി. ഒരു ടാബ്ലറ്റ് ജനറിക് ഒരു ചാത്തൻ ബ്രാൻഡ് PCT കമ്പനി ചെറിയ എമൗണ്ടിന് വരും. അതായത് 1 രൂപക്കുള്ള ടാബ്ലറ്റിന് ചില കമ്പനികൾ വിൽക്കുന്നത് 20 രൂപയ്ക്കൊക്കെയാണ്. അപ്പോൾ സാധാരണ ടാബ്ലറ്റ്സ് ഉണ്ടാവുക, നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ടാവുക, അത് നല്ല കമ്പനി നല്ല ക്വാളിറ്റിയിലെ മെഡിസിൻസ് ഉപയോഗിക്കാവൂ. അത് മാത്രമേ നമ്മൾക്ക് റിസൾട്ട് കൊണ്ടുവരും. മറ്റേ റിസൾട്ട് വരും, പക്ഷേ നല്ലൊരു റിസൾട്ട് കിട്ടത്തില്ല. അതേപോലെ GFC ആണെങ്കിൽ പല രീതിയിലും ട്യൂബ്സ് വരുന്നുണ്ട്. സോ നല്ല ക്വാളിറ്റിയിലെ സംഭവം തലയിൽ ചെയ്യുമ്പോൾ ചെയ്യാവും. ഈ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം പറയുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെടുക. ഹെയർ ട്രാൻസ്ഫർ സഫാരി എന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാത്ത വ്യക്തികൾ ഫോളോ ചെയ്യുക. ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുടെ റിസൾട്ട്സുകളാണ് ഇനി വരാൻ പോകുന്നത്. സോ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ വരുന്നുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ഹെയർ ട്രാൻസ്ഫർ സഫാരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജിന് ഫോളോ ചെയ്യുക. വേറൊരു കാര്യം ഞാൻ പറയുകയാണ്, ഇത് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻലി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സഡൻലി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വന്നതിനേക്കാളും ഡബിൾ സ്പീഡിൽ മുടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അതേ ക്ലിനിക്കിൽ പോയി ഡോക്ടേഴ്സുമാർ ചർച്ച ചെയ്യുക. അതിനുശേഷം മാത്രമേ സ്റ്റോപ്പ് ചെയ്യാനോ കുറക്കാനോ കൂട്ടാനോ പാടുള്ളൂ. അല്ലാതെ എനിക്ക് റിസൾട്ട് എല്ലാം വന്നു സഡൻലി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. സ്റ്റോപ്പ് ചെയ്താൽ മുടി പോകും. അതേപോലെ തന്നെ ടാബ്ലറ്റ്സ് നമുക്കൊരു പരിധി വരെ അതിനേക്കാൾ കൂടുതൽ കഴിക്കേണ്ടി വരുന്നില്ല. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ സൊല്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ലോങ് ടേം, ചിലപ്പോൾ ലൈഫ് ലോങ് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറയും. ഓക്കെ, ഞാൻ ഹെയർ ട്രാൻസ്ഫർ ചെയ്ത ഒരാളാണ്. എൻ്റെ കണ്ടീഷൻ സംതിങ് ഡിഫറെൻ്റ് ആണ്. എൻ്റെ കണ്ടീഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒരാൾ, അതേപോലെ നെറ്റൊക്കെ നല്ല രീതിയിൽ കഷണ്ടി ആയിട്ടുണ്ട്, അങ്ങനത്തെ ഒരാൾ ഒരിക്കലും മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എക്സിസ്റ്റിംഗ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബാക്കി ഏരിയകൾ നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് പ്ലസ് മെഡിസിൻസ് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റും കോമ്പിനേഷൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയും ചെയ്യാം. അതൊക്കെ തീരുമാനിക്കണമെന്നും നിങ്ങൾ നേരിട്ട് കൺസൾട്ടേഷന് പോയിട്ട് ഡോക്ടർമാരെ കണ്ട ശേഷമാണ് നിങ്ങൾക്ക് സജഷൻസ് കിട്ടുക. എൻ്റെ അടുത്ത് സജഷൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ഒരു സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് റിസൾട്ട്സുകൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത് ജസ്റ്റ് ട്രailer മാത്രമാണ്. പിക്ചർ അബി ബാക്കി ഹെ. ബൈ. താങ്ക് യു വെരി മച്ച്. ബൈ.